എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചില ആളുകൾ ജീവിതത്തിലേക്ക് എത്തുമ്പോൾ ജീവിതം മാറുമെന്ന് പറയുന്നത് ശരിയാണെന്ന് പലർക്കും അനുഭവമുണ്ട്. പ്രത്യേകിച്ച് വിവാഹ വാഗ്ദാനത്തിലൂടെ നമ്മുടെ കൂടെ കൂടുന്ന ഒരാൾ. വിവാഹത്തോടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ചില ആളുകൾക്ക് വിവാഹശേഷമായിരിക്കും ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാകുന്നു. ചിലർ കരുതുന്നുണ്ട് പങ്കാളിയാണ് തൻ്റെ ഭാഗ്യമെന്നത്. അത് ശരിയാണെന്ന് വേദജ്യോതിഷവും പറയുന്നു. ചില നക്ഷത്രങ്ങളിലും രാശികളിലും ജനിച്ച ആളുകൾ ജീവിത പങ്കാളിയുടെ ഭാഗ്യമായി മാറുന്നു. അങ്ങനെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ ഭാഗ്യവും ഐശ്വര്യവും കൊണ്ടുവരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഇവരിൽ ഏറ്റവും ആദ്യത്തേത് കർക്കിടക രാശിയിൽ ജനിച്ചവരാണ്. അതായത് പുണർദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർ. ഇവർ കൂടുതലും മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നവരായിരിക്കും. മറ്റുള്ളവരുടെ മനസ്സിൽ എന്താണെന്ന് അറിയാനും അവരുടെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് ഈ നക്ഷത്രക്കാർക്കുണ്ട്. ഈ ഗുണം കൊണ്ട് ഈ രാശിയിൽ പിറന്ന സ്ത്രീകൾ മികച്ച ഭാര്യമാരായിരിക്കും. അവർ ദാമ്പത്യത്തിലും കുടുംബത്തിലും ഐശ്വര്യത്തിനായി പ്രവർത്തിക്കുന്നു. പ്രതിസന്ധികളെ ഭർത്താവിന് വൈകാരിക പിന്തുണ നൽകുന്നു. ഈ ഗുണം കൊണ്ട് ഇവരെ ഭാര്യമാരെ ലഭിക്കുന്ന പുരുഷന്മാർക്ക് ഏത് പ്രതികൂല സാഹചര്യത്തെയും തരണം ചെയ്യാനുള്ള ധൈര്യം ലഭിക്കുന്നു. രാശിക്കാരായ സ്ത്രീകളുടെ വൈകാരിക ബുദ്ധിബന്ധങ്ങളിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. സഹാനുഭൂതിയുടെയും അനുകമ്പയുടെയും പ്രാധാന്യം അവർ മനസ്സിലാക്കുന്നു. ഈ സ്വഭാവ സവിശേഷതകൾ അവരുടെ പങ്കാളികളുമായി ശക്തമായ ബന്ധം സ്ഥാപിക്കാൻ സഹായിക്കുന്നു. അത്തരം ബന്ധങ്ങൾ എപ്പോഴും യോജിപ്പിലും സന്തുലിതാവസ്ഥയിലും നീങ്ങുന്നു. അടുത്ത നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രം, ചിങ്ങം രാശി. മറ്റുള്ളവരെ ആകർഷിക്കുന്ന സവിശേഷമായ വ്യക്തിത്വവും ഹൃദ്യമായ പെരുമാറ്റവും ചിങ്ങം രാശിക്കാരുടെ പ്രത്യേകതയാണ്. ഇവരുടെ നേതൃഗുണം പങ്കാളിക്ക് ആത്മവിശ്വാസം പകരുകയും അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യും. ഈ രാശിയിലുള്ള സ്ത്രീകൾ ഊർജ്ജസ്വലരായിരിക്കും. ഹൃദ്യമായ പെരുമാറ്റത്തിനും ഇവർ പേരുകേട്ടവരായിരിക്കും. ആരെയും ആകർഷിക്കുന്ന ഇവരുടെ പെരുമാറ്റം പലപ്പോഴും സാമൂഹികവും തൊഴിൽപരവുമായ ഇടങ്ങളിൽ അവരുടെ ഭർത്താക്കന്മാർക്ക് പ്രയോജനമാകുന്നു. എല്ലാവർക്കും ഒരുപോലെ പരിഗണന നൽകാൻ ഇവർ പ്രാധാന്യം നൽകുന്നു. ഈ ഗുണം അവരുടെ സ്വന്തം സാമൂഹിക നില മെച്ചപ്പെടുത്തുക മാത്രമല്ല അവരുടെ പങ്കാളിയുടെ പദവി ഉയർത്തുകയും ചെയ്യുന്നു. ബന്ധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ചിങ്ങം രാശിക്കാരായ സ്ത്രീകൾക്ക് പ്രത്യേക കഴിവുണ്ട്. ഭർത്താവിൻ്റെ വളർച്ചയെയും വിജയത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന പിന്തുണ നൽകുന്ന സ്ത്രീകളാണ് ചിങ്ങം രാശിക്കാർ. എല്ലാ കാര്യങ്ങളിലും ഉത്സാഹവും ഊർജ്ജസ്വലതയും പ്രകടിപ്പിക്കുന്ന ഇവർ കൂടുതൽ മികവിനായി പരിശ്രമിക്കാൻ ചുറ്റുമുള്ളവരെ പ്രചോദിപ്പിക്കുന്നു. ഇനി കന്നി രാശി, ഉത്രം, അത്തം, ചിത്തിര. ഈ രാശിയിൽ പിറന്ന സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരുടെ വഴികാട്ടികളായി നിലകൊള്ളുകയും വിവേകപൂർണമായ സ്ഥിരതയേകുന്ന തീരുമാനങ്ങളിലേക്ക് അവരുടെ ഭർത്താവിനെ എത്തിക്കുകയും ചെയ്യുന്നു. അവരുടെ അസാധാരണമായ സംഘടനാ പാടവം ഭർത്താക്കന്മാർക്ക് നേട്ടമുണ്ടാക്കുന്നു. സമയം ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ അവർ ഭർത്താവിനെ സഹായിക്കുന്നു. ഈ പിന്തുണ പങ്കാളികളെ വ്യക്തിപരവും തൊഴിൽപരവുമായ ലക്ഷ്യങ്ങൾക്കായി കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ സഹായിക്കുന്നു. എല്ലാ കാര്യങ്ങൾക്കും സമയക്രമം നിശ്ചയിക്കുന്നതിലും മുൻഗണനകൾ ക്രമീകരിക്കുന്നതിലും അവരെടുക്കുന്ന പ്രയത്നം കുടുംബത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കാര്യക്ഷമമാകാൻ സഹായിക്കുന്നു. ഇതിലൂടെ അവരുടെ ഭർത്താക്കന്മാർക്ക് പ്രധാനപ്പെട്ട ജോലികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എളുപ്പമാകുന്നു. ജോലിയും വ്യക്തിജീവിതവും സന്തുലിതമാക്കാനും വിവേകത്തോടെ സമയം നീക്കിവയ്ക്കാനും ഈ സമീപനം അവരുടെ ഭർത്താക്കന്മാരെ അനുവദിക്കുന്നു. അടുത്തത് മീനൻ രാശി, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി. മീനൻ രാശിക്കാരായ സ്ത്രീകളുടെ അനുകമ്പ മനോഭാവവും ഭാവനാശേഷിയും ബന്ധങ്ങളിൽ വൈകാരിക സന്തുലിതാവസ്ഥയും സർഗാത്മക ഇടപെടലുകളും സാധ്യമാക്കുന്നു. ഇത് അവരുടെ ഭർത്താക്കന്മാരെ സഹായിക്കുന്നു. അടുത്തത് മേടം രാശി, അശ്വതി, ഭരണി, കാർത്തിക. മേടം രാശിക്കാരായ സ്ത്രീകൾ വളരെ ശക്തരും തൻ്റെടമുള്ളവരും ലക്ഷ്യങ്ങളുള്ളവരുമായിരിക്കും. അങ്ങനെയുള്ള ഭാര്യമാർ ഭർത്താക്കന്മാരെ പ്രചോദിപ്പിക്കുകയും കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാനും വിജയം നേടാനും സഹായിക്കുകയും ചെയ്യുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ.